തിരക്കിലാട്ടോ. കഴിഞ്ഞ ദിവസം കണ്ണിന് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ കാണിച്ചപ്പോൾ കണ്ണട വെക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിരുന്നു നമ്മളോട്. അപ്പോൾ നമ്മൾ ഇന്നാണ് പോകുന്നത്. ഇന്ന് ഞാൻ സ്കൂളൊന്നും പോയില്ല. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചത് ട്രിനിറ്റി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രിനിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പം അറിയുന്ന കണ്ണട ഡെയിലി വെക്കണോ വെക്കണ്ടേന്ന്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ പോയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ ഇവിടെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ബിരിയാണിയാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തുനിന്ന് വരുമ്പോൾ ബിരിയാണി കൊണ്ടുവന്നിങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 1:30 നമുക്ക് അവിടെ കാണിക്കേണ്ടത്. കറക്റ്റ് 1:40 നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ വണ്ടിയിലാണ് പോയത്. ഞാനും പിമ്മീനു. പിന്നെ എന്താ നമ്മൾ അവിടെ എത്തി, ഹോസ്പിറ്റലിലെത്തി. സെക്യൂരിറ്റി നമുക്ക് വാതിലൊക്കെ തുറന്നു തന്നിട്ടാണ്. പിന്നെ ട്രിനിറ്റീൻ്റെ റിസപ്ഷനിൽ പോയിട്ട് പേര് പറഞ്ഞു. അപ്പോൾ ഒരിത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കണ്ണ് ടെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയത്. 2 ടെസ്റ്റ് ഉണ്ട്. പിറ്റേ നേരം വെയിറ്റ് ചെയ്തു. അപ്പം തന്നെ വിളിച്ചു കേട്ടോ. അപ്പം തന്നെ വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് അപ്പം തന്നെ വിളിച്ചു. ഫസ്റ്റ് കണ്ണിൻ്റെ ഉള്ളിൽ എന്തോ മെഷീനൊക്കെ വെച്ചിട്ട് നോക്കി. അതിൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കാറ്റ് എനിക്കറിയില്ലെന്നല്ല, പെട്ടെന്ന് കാറ്റ് കയറിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. പിന്നെ വേറൊരു സെക്ഷനിലേക്ക് പോയി, വേറൊരു ടെസ്റ്റിന് പോയി. നമുക്കൊരു കണ്ണട തരും, പവർ വെച്ചിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് സ്ക്രീനിൽ കുറച്ച് ആൽഫാബറ്റ്സ് ഉണ്ടാവും. അത് നമ്മൾ വായിക്കണം, കഴിയുന്നിടത്തോളൊക്കെ വായിക്കണം. ഒരു ബ്ലറുള്ള ഗ്ലാസ് ഇട്ട് തരും, പിന്നെ നല്ല പവറുള്ള ഇട്ട് തരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറിനെ കാണിക്കാനുള്ള ഷീറ്റ് എഴുതി തന്നു. ഒരു 2 മിനിറ്റ് നമ്മളവിടെ ഇരിക്കേണ്ടി വരും, കാരണം ഉള്ളിലുള്ള പേഷ്യൻ്റ് ഇറങ്ങണ്ടേ. ഡോക്ടറായതുകൊണ്ട് കുറേ നേരം നമുക്ക് സംസാരിക്കാൻ ഉണ്ടാവില്ലേ. പിന്നെ ഫാർമസി പോയിട്ട് മരുന്നൊക്കെ വാങ്ങി. ഒരു സ്ലൈഡ് മാതിരി ഒരു സ്ഥലം കേട്ടോ. എന്താ പറയുക, പാർക്കിങ്ങിലേക്ക് പോകുമ്പോൾ. ഇപ്പോൾ പാർക്കിങ്ങിലേക്ക് പോയി വണ്ടി എടുക്കാൻ. അപ്പോൾ ആ സ്ലൈഡിൽ കളിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മളോട് 1.5 മാസം കൂടി കഴിഞ്ഞിട്ട് വന്ന് കാണിക്കാൻ പറഞ്ഞു. എന്തിനാന്നറിയില്ല. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഐസ്ക്രീം കഴിക്കാൻ കയറി കേട്ടോ. ഞാൻ കേട്ടോ ഇവിടെ നിന്നും കഴിച്ചില്ല. നല്ല കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. നല്ല വലിയ കോണൊക്കെ ആണെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നോക്കാം. ഞാൻ എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ചോക്ലേറ്റ് ഫ്ലേവറാണ്. ഇമ്മ എന്താ പറയുക, ഞാവൽപ്പഴം, ഇപ്പോൾ എന്താ പറയുക, ഡേറ്റ്സ് ആൻഡ് നട്ടോ അങ്ങനെ എന്തോ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വലിയ കോണം, ഒരു പറഞ്ഞ പോലെ വലിയ കോണും ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഉള്ളതിനോ. പക്ഷെ ധാരാളം ഉണ്ട് ഗൈസ്, ഭയങ്കര കുറേ ടൈം തിന്നാനുള്ളുണ്ട്. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ, സീ യു ലൈറ്റർ.